എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ആരവങ്ങൾ ഉയരുന്നതിന് തൊട്ടുമുമ്പ് ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഏറ്റവും വലിയ അട്ടിമറി സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അജയ്യമായ കോട്ടയായ ചെപ്പോക്കിൽ നിന്ന് പുറത്തുവന്ന ഒരു വാർത്ത ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ തല എന്ന ആവേശത്തോടെ വാഴ്ത്തുന്ന സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി തന്റെ സുവർണ പൈതൃകമോ പുതിയൊരു അവകാശിയെ സ്വന്തം കൈകളാൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ ധോണി തന്റെ ഈ വലിയ പന്തയം വെച്ചിരിക്കുന്നത് പഴയ ഏതെങ്കിലും ഒരു വിശ്വസ്തനായ കളിക്കാരനിലല്ല, മറിച്ച് ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രിയപ്പെട്ടവനും സ്ഫോടനാത്മക ബാറ്റിംഗ് ശൈലിയുടെ ഉടമയുമായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസണിലാണ്. അതെ, വരാനിരിക്കുന്ന 2026 IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ നായകൻ മറ്റാരുമല്ല സഞ്ജു സാംസൺ ആയിരിക്കുമെന്ന് മഹേന്ദ്ര സിംഗ് ധോണി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന അവിശ്വസനീയമായ വാർത്തയാണ് കാട്ടുതീ പോലെ പടരുന്നത്. ധോണിയും സഞ്ജുവും ചേർന്ന് അണിനിരത്തുന്ന എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന ആ പുതിയ CSK പ്ലേയിങ് 11 ടീം ഇപ്പോൾ തുറന്നുകാട്ടിയിരിക്കുകയാണ്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയും ധോണിയുടെ മാർഗനിർദ്ദേശവും ഒത്തുചേരുമ്പോൾ അതൊരു വിനാശകരമായ ശക്തിയായി മാറും. കടൽ തിരമാലകളുടെ ഇരമ്പൽ മുഴങ്ങുന്ന ചരിത്രപ്രസിദ്ധമായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ധോണി അപ്രതീക്ഷിതമായി ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകനോ ക്രിക്കറ്റ് വിദഗ്ധനോ ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രഖ്യാപനത്തിനാണ് തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സ്റ്റേഡിയവും മീഡിയ റൂമും ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചു നിന്നപ്പോൾ തന്റേതായ ആ ശാന്തവും ഗംഭീരവുമുള്ള ശൈലിയിൽ മൈക്ക് കയ്യിലെടുത്ത ധോണി വളരെ വികാരാധീനനായി ആ ചരിത്രപരമായ വാക്കുകൾ പറഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഈ കൂറ്റൻ സാമ്രാജ്യം പുതിയൊരു ഊർജ്ജത്തോടും തികച്ചും പുതിയൊരു വീക്ഷണത്തോടും ആധുനിക കാഴ്ചപ്പാടോടും കൂടി മുന്നോട്ടു പോകുന്ന ശരിയായ സമയം വന്നെത്തിയിരിക്കുന്നു. സഞ്ജു സാംസനെ എന്തുകൊണ്ട് ചെന്നൈയുടെ നായകസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു എന്നതിന് ധോണി നൽകിയ മറുപടി ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും രോമാഞ്ചമുണർത്തുന്നതായിരുന്നു. ലോകപ്രശസ്തമായ ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയായിരുന്ന അപൂർവമായ ക്ഷമയും കളിയെക്കുറിച്ചുള്ള അഗാധമായ വായനയും അവിശ്വസനീയമാം വിധം ശാന്തമായ തലച്ചോറും സഞ്ജുവിനുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സഞ്ജു നേതൃത്വസ്ഥാനം ഏറ്റെടുത്തതോടെ CSKയുടെ പ്ലേയിങ് 11ന്റെ മുഖഛായയും ഭാവവും പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അനുഭവസമ്പത്തിന്റെ ആഴമുള്ള വേരുകൾക്കൊപ്പം ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെയും വിദേശ ലീഗുകളിലെയും യുവതാരങ്ങളുടെ കൊടുങ്കാറ്റുപോലുള്ള ആവേശവും ഭയമില്ലാത്ത പോരാട്ടവീര്യവും നിറഞ്ഞതാണ് സഞ്ജുവിന്റെ ഈ പുതിയ സൈന്യം. 2026 IPLന്റെ തിളങ്ങുന്ന ട്രോഫി ഒരിക്കൽ കൂടി ചെന്നൈയുടെ കോട്ടയിലേക്കും ചെന്നൈ ആരാധകരുടെ കൈകളിലേക്കും തിരിച്ചെത്തിക്കാൻ ധോണിയും സഞ്ജുവും ചേർന്ന് രാത്രിക്ക് രാത്രി ഈ പ്രത്യേക ടീമിലെ ഓരോ കരുക്കളെയും സ്വന്തം കൈകളാൽ മിനുക്കിയെടുക്കുകയായിരുന്നു. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകളിൽ തന്നെ എതിർ ടീമിന്റെ പാളയത്തിൽ നാശം വിതയ്ക്കാനും അവരുടെ ആത്മവിശ്വാസം തകർത്തെറിയാനും തയ്യാറായി നിൽക്കുന്ന വിനാശകരമായ ഓപ്പണിംഗ് ജോഡിയിൽ നിന്നാണ് ഈ ടീമിന്റെ തുടക്കം. വിശ്വസ്തതയുടെ പര്യായമായ ഋതുരാജ് ഗേക്വാദിന്റെ ചുമലുകളിലായിരിക്കും ഇത്തവണയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനുള്ള ചുമതല. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ പങ്കാളിയായി ദക്ഷിണാഫ്രിക്കയുടെ യുവ സെൻസേഷനും ബേബി AB എന്നറിയപ്പെടുന്ന ഡെവാൾഡ് ബ്രെവിസാണ് കളത്തിലിറങ്ങുന്നത്. ഋതുരാജിന്റെ സാങ്കേതിക തികവുള്ള ക്ലാസിക് ബാറ്റിംഗും ഡെവാൾഡ് ബ്രെവിസിന്റെ മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും 360 ഡിഗ്രി ഷോട്ടുകൾ പായിക്കാനുള്ള ആക്രമണോത്സുകതയും ഒത്തുചേരുമ്പോൾ അത് ലോകോത്തര ബോളിംഗ് നിരയെപ്പോലും ഛിന്നഭിന്നമാക്കാൻ പോകുന്നതായിരിക്കും. ഇവർക്കു ശേഷം മൈതാനത്തെ ഏറ്റവും നിർണായകമായ 3-ാം നമ്പറിൽ പുതിയ നായകൻ സഞ്ജു സാംസൺ നേരിട്ട് യുദ്ധമുഖത്തേക്ക് വരും. സഞ്ജു 3-ാം നമ്പറിൽ ഇറങ്ങുന്നത് ചെന്നൈയുടെ മധ്യനിരയ്ക്ക് ഒരു എതിർ ക്യാപ്റ്റനും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര ഉരുക്കുപോലുള്ള കരുത്തും സ്ഥിരതയും നൽകും. സഞ്ജുവിന് ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് ധോണി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്റെ മാന്ത്രികതയിലൂടെ ഏത് നിമിഷവും കളിയുടെ ഗതി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. ചെന്നൈയെ IPLലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാക്കിയ ധോണിയുടെ അതേ ക്യാപ്റ്റൻ കൂൾ ശൈലിയും സഞ്ജുവിന്റെ പടുകുറ്റൻ സിക്സറുകളുടെയും വേദിയായി ചെപ്പോക്ക് മാറാൻ പോകുകയാണ്. മധ്യനിരയുടെ ആഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുവത്വത്തിന്റെ അതിരില്ലാത്ത ആവേശവും പരിചയസമ്പന്നരായ ഇതിഹാസങ്ങളുടെ വിവേകവും ചേർന്നുള്ള ഒരു അസാമാന്യ മിശ്രിതമാണ് ഇരുവരും ഒരുക്കിയിരിക്കുന്നത്. അതിനിർണായകമായ 4-ാം നമ്പറിൽ ആയുഷ് മാത്രേ എന്ന വളരുന്ന പ്രതിഭാശാലിയായ താരത്തിന് അവസരം നൽകി ടീം മാനേജ്മെന്റിനെ ഏവരെയും അത്ഭുതപ്പെടുത്തി. മധ്യ ഓവറുകളിൽ റൺ റേറ്റ് നിലനിർത്താനും കൂറ്റൻ ഷോട്ടുകൾ കളിക്കാനുമുള്ള സ്വാഭാവിക കഴിവ് ആയുഷിനുണ്ട്. തൊട്ടു പിന്നാലെ 5-ാം നമ്പറിൽ സർഫറാസ് ഖാന്റെ സാന്നിധ്യം സ്പിൻ ബോളിംഗിനെതിരെ ഒരു ഉരുക്കുപോലുള്ള സുരക്ഷാ കവചം തീർക്കുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലെ സർഫറാസിന്റെ വർഷങ്ങളുടെ പരിചയസമ്പത്തും റിവേഴ്സ് സ്വീപ്പ് ഷോട്ടുകളിലൂടെ സ്പിന്നർമാരെ പ്രതിരോധത്തിലാക്കാനുള്ള കഴിവും ചെപ്പോക്കിലെ വേഗം കുറഞ്ഞ ടേണിംഗ് പിച്ചുകളിൽ ടീമിനൊരു സുവർണാവസരമായി മാറും.
ഇതിനുശേഷമാണ് സ്റ്റേഡിയം മാത്രമല്ല ലോകം മുഴുവൻ ക്രിക്കറ്റ് സമൂഹവും ശ്വാസമടക്കി കാത്തിരിക്കുന്ന ആ മാന്ത്രിക നിമിഷം വന്നെത്തുന്നത്. 6-ാം നമ്പറിലെ സുപ്രധാന സ്ഥാനത്ത് MS ധോണി തന്റെ പഴയ ഫിനിഷറുടെ അവതാരത്തിൽ വീണ്ടും കളത്തിലിറങ്ങും. ഇത്തവണ ഇരട്ട വേഷത്തിലായിരിക്കും ധോണി. സ്ഫോടകമായ ബാറ്റിംഗിലൂടെ പന്ത് അതിർത്തി കടത്തി മത്സരം അവസാനിപ്പിക്കുക മാത്രമല്ല, വിക്കറ്റിന് പിന്നിൽ ഗ്ലൗ അണിഞ്ഞ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ഏറ്റവും വലിയ തന്ത്രകരമായ ഉപദേഷ്ടാവും വഴികാട്ടിയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ രക്ഷകനായും അദ്ദേഹം മാറും. വലിയ ടൂർണമെന്റുകളിൽ ഒരു പുതിയ ക്യാപ്റ്റന് ആവശ്യമായ എല്ലാ ആത്മവിശ്വാസവും ധോണിയുടെ സാന്നിധ്യം സഞ്ജുവിന് നൽകും. ഇതിനു പുറമെ കാർത്തിക് ശർമ്മയും ഉർവിൽ പട്ടേലും തുടങ്ങിയ ആക്രമണകാരികളായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ സാന്നിധ്യം ബെഞ്ച് സ്ട്രെങ്ത്തിന് കരുത്തു നൽകുകയും ബാറ്റിംഗ് നിരയുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ടീമിലെ ഓരോ കളിക്കാരും മാച്ച് വിന്നറുകളാണെന്ന് സഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൾറൗണ്ടർമാരുടെ കാര്യമെടുത്താൽ ലേലത്തിൽ സഞ്ജു ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചതും ബുദ്ധി പ്രയോഗിച്ചതും ഈ മേഖലയിലാണ്. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ നിലം പരിശാക്കാൻ വിശ്വവിഖ്യാതനായ സിക്സർ കിങ് ശിവം ദുബെയെ അദ്ദേഹം തന്റെ പ്രധാന ആയുധമാക്കി മാറ്റി. ഇതിനു പുറമെ വിദേശ ഓൾറൗണ്ടർമാരുടെ കോട്ടയിൽ ഓസ്ട്രേലിയയുടെ മാത്യു ഷോട്ടും ഇംഗ്ലണ്ടിന്റെ ജാമി ഓവർട്ടണും നൽകിയ സാന്നിധ്യം ടീമിന്റെ സന്തുലിതാവസ്ഥയെ മറ്റൊരു മാന്ത്രിക തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൃത്യമായ ഓഫ് സ്പിൻ ബൌളിംഗും മുൻനിരയിൽ എവിടെയും ബാറ്റ് ചെയ്യാനുള്ള കഴിവും മാത്യു ഷോട്ടിനെ അപകടകാരിയാക്കുമ്പോൾ മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിയാനും ഡെത്ത് ഓവറുകളിൽ പടുകുറ്റൻ സിക്സറുകൾ പറത്താനുമുള്ള കഴിവാണ് ജാമി ഓവർട്ടണിന്റെ കഴിവ്. ഇവർക്കൊപ്പം അൻഷുൽ കമ്പോജും രാമകൃഷ്ണ ഘോഷും പ്രശാന്ത് വീറും അമൻ ഖാനും ജാക്ക് ഫോക്സും തുടങ്ങിയ ഒരു വൻ ഓൾറൗണ്ടർമാരുടെ നിര തന്നെ സഞ്ജുവിന്റെ പക്കൽ മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. 9ഉം 10ഉം നമ്പറുകൾ വരെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പരാജയത്തിന്റെ വക്കിൽ നിന്നുപോലും ടീമിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ശേഷിയുള്ള ഒരു ആധുനിക സംഘത്തെയാണ് ഇവിടെ വാർത്തെടുത്തിരിക്കുന്നത്. അവസാനമായി എതിരാളികളുടെ അന്തകനായി സഞ്ജു സാംസൺ വിശേഷിപ്പിച്ച ആ ഭയാനകമായ ബോളിംഗ് ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞാൽ അതേത് ബാറ്റ്സ്മാനെയും ഭയപ്പെടുത്താൻ പോകുന്നതാണ്. ഇടംകയ്യൻ പേസർമാരായ ഖലീൽ അഹമ്മദും മുകേഷ് ചൌധരിയുമായിരിക്കും പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകുക. കാറ്റിൽ സ്വിംഗ് ചെയ്യുന്ന ഖലീലിന്റെ പന്തുകളും നുയപന്തിൽ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള മുകേഷിന്റെ മിടുക്കും ചെന്നൈക്ക് എപ്പോഴും മുൻതൂക്കം നൽകും. ഡെപ്ത് ഓവറുകളിലെ വെല്ലുവിളികൾ നേരിടാൻ നാഥൻ എല്ലിസും മാറ്റ് ഹെൻറിയും തുടങ്ങിയ ലോകോത്തരവും തന്ത്രശാലികളുമായ ബോളർമാരെ സഞ്ജു തന്റെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഥൻ എല്ലിസിന്റെ സ്ലോവർ ബോളുകൾക്കും കൃത്യമായ യോർക്കറുകൾക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഏതു മികച്ച ഫിനിഷർക്കും വിയർപ്പൊഴുക്കേണ്ടി വരും. എന്നിരുന്നാലും ഈ ടീമിന്റെ ഏറ്റവും വലിയ ശക്തിയും ജീവനും അതിന്റെ സ്പിൻ വിഭാഗമാണ്. അഫ്ഗാനിസ്ഥാന്റെ നൂർ അഹമ്മദിന്റെ മിസ്റ്ററി സ്പിൻ, ശ്രേയസ് ഗോപാലിന്റെ തന്ത്രശാലിക ലെഗ് സ്പിന്നും അക്കീൽ ഹുസൈനിന്റെ കൃത്യമായ ഇടംകയ്യൻ ബൌളിംഗും ലോകോത്തര ബാറ്റിംഗ് നിരകളെ തകർത്തെറിയാൻ സജ്ജമാണ്. ഇതിനൊപ്പം രാഹുൽ ചാഹറിന്റെ ആക്രമണോത്സുകതയും ഗുർജപ്നീത് സിംഗിന്റെ ഊർജ്ജവും ഈ ആക്രമണത്തെ കൂടുതൽ സമ്പൂർണ്ണമാക്കുന്നു. സഞ്ജു സാംസണിന്റെ ക്യാപ്റ്റൻസിയിലും ധോണിയുടെ ദീർഘവീക്ഷണത്തിലും തിരഞ്ഞെടുത്ത ഈ പ്ലേയിങ് 11 വെറുമൊരു 11 കളിക്കാരുടെ കൂട്ടമല്ല, മറിച്ച് IPL 2026ന്റെ മൈതാനത്ത് പുതിയ ചരിത്രം രചിക്കാനും ചെന്നൈയുടെ പൈതൃകം അനശ്വരമാക്കാനും തയ്യാറായി നിൽക്കുന്ന അജേയമായ സാമ്രാജ്യമാണ്. സുഹൃത്തുക്കളെ, മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഈ വലിയ തീരുമാനത്തെക്കുറിച്ചും സഞ്ജു സാംസനെ ചെന്നൈയുടെ പുതിയ ക്യാപ്റ്റനാക്കിയതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഞ്ജുവിന്റെ കീഴിൽ ചെന്നൈ വീണ്ടും ചാമ്പ്യന്മാരാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ക്യാപ്റ്റൻ സാംസൺ അല്ലെങ്കിൽ CSK for 2026 എന്നെഴുതി പങ്കുവയ്ക്കുക. നിങ്ങളും സഞ്ജുവിന്റെ കടുത്ത ആരാധകനാണെങ്കിൽ ധോണിയുടെ ഈ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും IPLലെ എല്ലാ ബ്രേക്കിംഗ് ന്യൂസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വലിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം.